ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ വലിയൊരു അപകടം നിറത്തിന്റെ രൂപത്തിൽ പതിയിരിക്കുകയാണ്. അത് ഫാസ്റ്റ് ഫുഡിന്റെ കാര്യത്തിൽ മാത്രമാണെന്ന് കരുതണ്ട. നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളിലും എന്തിന് ചായക്കൊപ്പം ഞാൻ കഴിക്കുന്ന ഈ പഴംപൊരിയിൽ പോലുമുണ്ട് നിറത്തിന്റെ അപകടം. എന്താണ് ഫുഡ് കളർ അഥവാ ഭക്ഷണത്തിൽ ചേർക്കുന്ന നിറം? ഭക്ഷണത്തിന് നിറവും ആകർഷണവും ലഭിക്കാൻ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ലാഭക്കൊതി മൂത്തുള്ള ഈ നിറം ചേർക്കൽ നിയമവിരുദ്ധമാണ്, ആരോഗ്യത്തിന് ദോഷമാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കൃത്യമായ നിയമമുണ്ട്. എന്നിട്ടും ജനങ്ങളെ രാസപദാർത്ഥങ്ങളായ നിറങ്ങൾ കഴിപ്പിക്കുകയാണ്. 2024 ഭക്ഷ്യസുരക്ഷാ വിഭാഗം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തിയ പരിശോധനയിലെ കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നു. ഓണക്കാലം ഇങ്ങെത്താറായി. നല്ല പായസം കുടിക്കണമെങ്കിൽ നല്ല ശർക്കര തന്നെ വേണം. ശർക്കര വാങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ ശർക്കരയിൽ മായം ചേർത്ത നിറമുണ്ടാകും. പേര് റോത്താമിൻ ബി. നാഡീവ്യൂഹത്തെ തകരാറിലാക്കും. ആന്തരിക അവയവങ്ങൾക്ക് ഹാനികരം. അകത്തു പോയാൽ ഫലം ഇതാണ്. മഴ ജോൺസൺ മാഷ് കട്ടൻ ചായ, പിന്നെ കറുമുറ കഴിക്കാൻ മുറുക്കും മിക്സ്ചറും ഒക്കെ. പക്ഷെ വാങ്ങുമ്പോഴറിയണം ഇതിലൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന്. നിറത്തിനായി ചേർക്കുന്നത് സൺസെറ്റ് യെല്ലോയും കാർമോസൈനും, രണ്ടും രാസവസ്തുക്കളാണ്. ഹോട്ടലിൽ പോയി അൽഫാമും ചിക്കൻ 65 ഒക്കെ തട്ടിവിടുമ്പോൾ ഈ സൺസെറ്റ് യെല്ലോ ഉണ്ടാകുമെന്ന ബോധ്യം നമുക്ക് വേണം. കാർമോസൈൻ ക്യാൻസറും ട്യൂമറും ക്ഷണിച്ചു വരുത്തുന്ന രാസവസ്തുവാണ്. സൺസെറ്റ് യെല്ലോ ശരീരത്തിലെത്തിയാൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അലർജി പ്രതീക്ഷിക്കാം. കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആകാം. ചില റെഡ് 40, യെല്ലോ 5, യെല്ലോ 6, ബ്ലൂ കളേഴ്സ്, ഇങ്ങനെ പല കളറും FD അപ്രൂവ് ചെയ്തെങ്കിലും അത് നിത്യമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അത് പല തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ഇന്നത്തെ കാലത്ത് ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ കാണുന്ന ഒരു വിഷയമാണ് ഈ ഹൈപ്പർ ആക്ടിവിറ്റി. അത് പലതും ഈ ആർട്ടിഫിഷ്യൽ ഫുഡ് കളറിങ്ങിൽ കൂടെ കണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വന്ന് കാണാറുണ്ട്. ചില തൈറോയ്ഡ് ക്യാൻസറുകളും ലങ് ക്യാൻസറുകളുമെല്ലാം ഈ ആർട്ടിഫിഷ്യൽ ഫുഡ് കളറിങ്ങിൻ്റെ ഭാഗമായി കണ്ടുവരാറുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കളേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കാനും ചേർക്കാനും അത് ഉപയോഗിച്ച ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കഴിക്കാനും നാട്ടുകാർ ശ്രദ്ധിക്കുക. ജീരകം, മൈദ, മുളക് പൊടി, പുട്ടുപൊടി, ആട്ടപ്പൊടി ഇവയൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ ആഹാരം പാകം ചെയ്യും. അപ്പോൾ നമ്മൾ കരുതും അതെല്ലാം സുരക്ഷിതമാണ്. അങ്ങനെയുള്ള ചിന്തയും വേണ്ട കേട്ടോ. പരിശോധിച്ച പല സാമ്പിളുകളിലും ക്ലോർപൈറിഫോസ് ഉണ്ട്. ഒരു കീടനാശിനിയാണ്. ഇത് നാഡീവ്യൂഹം തകരാറിലാക്കും. കുട്ടികളിൽ വളർച്ചാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഏറ്റവും ഭയപ്പെടുന്ന കാര്യം എന്തോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് ഈ ചെറുപ്രായത്തിൽ തന്നെ പല രാസവസ്തുക്കളും എത്തുകയാണ്. കുട്ടികൾ കഴിക്കുന്ന ബേബി റസ്ക് അടക്കമുള്ള സ്നാക്സുകളിൽ ടെട്രാസൈൻ എന്ന രാസവസ്തു കണ്ടെത്തിയിട്ടുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ, ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വലുതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഓരോ പരിശോധന കഴിയുമ്പോഴും നിറങ്ങൾക്കായി അപകടകരമായ രാസവസ്തു ഉപയോഗിച്ച ഭക്ഷ്യപദാർത്ഥങ്ങളുടെ പട്ടികയിൽ ഒരു കുറവും ഉണ്ടാകുന്നില്ല. ഇതൊന്നും സാധാരണക്കാരന് പരിശോധിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. അതിനാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനാ വിഭാഗം എപ്പോഴും ഉണർന്നിരിക്കണം. ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.